Good morning. Audible അല്ലേ? കേൾക്കാം. Okay. So we'll continue with the presentation. Next Abhishek ആണ്. Abhishek, you can present. ഓക്കെ മാം. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഒരു സ്മോൾ ടോപ്പിക്കാണ്, സിമ്പിളാണ്. ഇഗ്നിയസ് റോക്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, പിന്നെ അതിൻ്റെ കെമിക്കൽ ആൻഡ് മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇഗ്നിയസ് റോക്സ് എന്താണ്, അതിനെപ്പറ്റി ഒരു ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. റോക്സ് ദാറ്റ് ആർ ഫോംഡ് ഫ്രം ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ ത്രൂ ദ പ്രോസസ് ഓഫ് കൂളിംഗ് ആൻഡ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് മാഗ്മ ഓർ ലാവ ഇസ് കോൾഡ് ഇഗ്നിയസ് റോക്സ്. അതായത് നമ്മുടെ ഏർത്തിൻ്റെ സർഫേസിന് അണ്ടറിലുള്ള ഹോട്ടായ മോൾട്ടൺ മെറ്റീരിയൽസിൻ്റെ കൂൾ ഡൗണും സോളിഡിഫിക്കേഷനും കാരണം ഫോം ആവുന്ന റോക്ക് ഫോർമേഷനെയാണ് ഇഗ്നിയസ് റോക്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ മാഗ്മയുടെ ഡെഫിനേഷനാണ്, hot molten material occurring naturally below the surface of the earth is called magma. It is called lava when erupted through the volcanoes. അതായത് ഏർത്തിനടിയിലുള്ള മോൾട്ടൺ മെറ്റീരിയലിൻ്റെ പേരാണ് മാഗ്മ. അത് വോൾക്കാനോസിൽ കൂടെ ഇറപ്റ്റ് ചെയ്ത് സർഫേസിന് പുറത്ത് വരുമ്പോൾ അതിനെ ലാവ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ഫ്രം ബോത്ത് മാഗ്മ ആൻഡ് ലാവ. അതായത് ലാവയുടെ സോളിഡിഫിക്കേഷൻ കാരണം സർഫേസിൽ നിന്നും പിന്നെ എർത്തിൻ്റെ സർഫേസ് താഴെ നിന്നും കൂൾ ഡൗൺ നടന്നും ഇഗ്നിയസ് റോക്സ് ഫോം ആവുന്നു. പിന്നെ ഇഗ്നിയസ് റോക്സിൻ്റെ മൂന്ന് ടൈപ്സ് ആണ് ഇഗ്നിയസ് റോക്സ് ഉള്ളത്. ഒന്നാമത്തേത് വോൾക്കാനിക് റോക്സ് ആണ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പ്ലൂട്ടോണിക് റോക്സ് ആണ്, മൂന്നാമത്തേത് ഹൈപ്പർബേസൽ റോക്സ് ആണ്. ഓക്കെ, ഇവിടെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. മാഗ്മയുടെ കാണിച്ചിട്ടുണ്ട്, വോൾക്കാനോയുടെ ഇറപ്റ്റിംഗ് കാണിച്ചിട്ടുണ്ട്, പിന്നെ റോക്ക് സൈക്കിളും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആദ്യത്തെ ഇതാണ് വോൾക്കാനിക് റോക്സ്. These are formed on the surface of the earth by cooling and crystallization of lava erupted from volcanoes. The grain size of the crystals formed in these rocks are very fine because of lava cools down at very fast rate. അതായത് വോൾക്കാനിക്സിൻ്റെ എസ്പെഷ്യലി വോൾക്കാനിക് ഇറപ്ഷൻ കാരണം ഫോം ആവുന്ന ഇഗ്നിയസ് റോക്സ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇതിൻ്റെ ഗ്രെയിൻസ് വളരെ ഫൈൻ ആണ് കാരണം കൂൾ ഡൗൺ ടൈം വളരെ കൂടുതലാണ്. Cooling of lava may take place on the surface or even underwater or seas and oceans. അതായത് എയർ സർഫേസിൽ നിന്ന് മാത്രമല്ല, സംടൈംസ് വോൾക്കാനിക് ഇറപ്ഷൻസ് സീസിനെയും ഓഷൻസിനെയും അണ്ടറിൽ നിന്നും ഉണ്ടാക്കാം. അതും ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പെടുന്നു. രണ്ടാമത് പ്ലൂട്ടോണിക് ആണ്. These rocks are formed at considerable depths between 7 and 10 kilometers below the surface of the earth. അതായത് ഇത് അപ്രോക്സിമേറ്റ്ലി 7 and 10 kilometers ഡെപ്തിലാണ് ഫോം ആവുന്നത്. അതായത് അറ്റ് ദ സർഫേസിലല്ല. റോക്സ് റിസൾട്ടിങ് ഫ്രോം മാഗ്മ ഇസ് കോഴ്സ് ഗ്രെയിൻഡ് ബിക്കോസ് ഓഫ് വെരി സ്ലോ റേറ്റ് ഓഫ് കൂളിംഗ്. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പെടുന്ന ഫോം ആവുന്ന ഇഗ്നിയസ് റോക്സിന് വളരെ ഒരു കോഴ്സ് ഗ്രെയിൻ സ്ട്രക്ചറാണ്. മൂന്നാമത്തെ ആൻഡ് ഫൈനൽ ഹൈപ്പർബസൽ റോക്സ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ദ ഇൻ്റർമീഡിയറ്റ് ഡെപ്സ് ജനറലി അപ് ടു 2 kilometers ബിലോ ദ സർഫേസ് ഓഫ് ദി എർത്ത്. അതായത് പ്ലൂട്ടോണിക്കിൻ്റെ അത്ര ഡെപ്തിലല്ല, ജസ്റ്റ് ഒരു 2 kilometers ഡെപ്തിലായിരിക്കും. ദേ ഷോ മിക്സഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വോൾക്കാനിക് ആൻഡ് പ്ലൂട്ടോണിക് റോക്സ്. വോൾക്കാനിക്കിൻ്റെയും പ്ലൂട്ടോണിക്കിൻ്റെയും മിക്സഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇഗ്നിയസ് റോക്സ് ഫോർമേഷൻ ഉണ്ടാവുക. മൂന്നിൻ്റെയും ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു പിക്ടോറിയൽ ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രം തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് എക്സ്ട്രൂസീവ് റോക്ക് ഫോർമേഷൻ ആൻഡ് ഇൻട്രൂസീവ് റോക്ക് ഫോർമേഷൻ ആണ്. എക്സ്ട്രൂസീവ് ആസിഡ് വോൾക്കാനിക്കിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന, അതായത് സർഫേസിൽ ഫോം ആവുന്നത്. പിന്നെ ബാക്കി രണ്ടെണ്ണം സൈഡിൽ കാണിച്ചിരിക്കുന്ന, അതായത് എർത്ത് സർഫേസിന് അണ്ടറിൽ ഫോം ആവുന്നത്. പിന്നെ ചില ഇഗ്നിയസ് റോക്സിൻ്റെ സാമ്പിൾസും തന്നിട്ടുണ്ട്. ആൻഡിസൈറ്റ്, ബസാൾട്ട്, ഡിയോറൈറ്റ്, അങ്ങനെ കുറേ സാമ്പിൾസും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഒബ്സർവ് ചെയ്യാം. പിന്നെ അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ്, കെമിക്കലും അത് കഴിഞ്ഞ് മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. It is a standard of mineral calculated by chemical composition. Non-minerals are divided into two. സാലിക് മിനറൽസും ഫെമിക് മിനറൽസും ആണുള്ളത്. സാലിക് മിനറൽസിൻ്റെ ചില സാമ്പിൾസ് ക്വാർട്സ്, ഫെൽസ്പാർട്സ്, ആൽബൈറ്റ് ആണ്. ഫെമിക് മിനറൽസിൻ്റെ ഒലിവൈൻ, മാഗ്നറ്റൈറ്റ്, ക്രോമൈറ്റ്. റോക്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സാലിക് ആൻഡ് ഫെമിക് റേഷ്യോ ഓഫ് മിനറൽസ്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു കെമിക്കൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഒരു ടാബിൾ ഫോമിൽ തന്നിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടി. ലെസ് ദാൻ 7, അതായത് ഇതിൻ്റെ റേഷ്യോ ലെസ് ദാൻ 7 ആണെങ്കിൽ പെർസാലിക് ആണ്.
7 to 1.66 ആണെങ്കിൽ ഡോസാലിക് ആണ്. 1.66 to 0.6 ആണെങ്കിൽ സാൽഫെമിക് ആണ്. 0.6 to 0.14 ആണെങ്കിൽ ഡോഫെമിക്. പിന്നെ ലെസ് ദാൻ 0.14 ആണെങ്കിൽ പെർഫെമിക്. പിന്നെ ഫൈനൽ ക്ലാസിഫിക്കേഷൻ മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് മിനറൽ കണ്ടന്റ്. ഇൻ ടേംസ് ഓഫ് സിലിക്ക കണ്ടന്റ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. സിലിക്ക കണ്ടന്റിന്റെ ബേസിസിൽ ഓവർ സാച്ചുറേറ്റഡ്, അതായത് ആസിഡിക് റോക്സ് ആണ്. സിലിക്ക ഗ്രേറ്റർ ദാൻ 66% ആയിരിക്കും. പിന്നെ സാച്ചുറേറ്റഡ് ബേസിക് റോക്സ് ആണ്. സിലിക്ക 45 to 66% ആണ്. പിന്നെ അണ്ടർ സാച്ചുറേറ്റഡ് ആണ്. സിലിക്ക ഡെഫിഷ്യൻ്റ് ആണ് ഈ ഒരു കാറ്റഗറി, ലെസ് ദാൻ 45% ആണ്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ഓക്കെ, താങ്ക് യു അഭിഷേക്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ അഭിഷേകിന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. യു ക്യാൻ ടെൽ ദ ക്വസ്റ്റ്യൻ ആൻഡ് സജസ്റ്റ് എ പേഴ്സൺ. What are the various types of igneous rocks, John? First one, volcanic rocks, പിന്നെ plutonic rocks, hypobasal rocks. What is the mineralogical classification of igneous rocks, Ashwit? 3 ടൈപ്പ് അല്ലേ, ടൈപ്സ് അല്ലേ ചോദിച്ചത്? മിനറോളജിക്കൽ സാച്ചുറേറ്റഡും ഓവർ സാച്ചുറേറ്റഡും പിന്നെ അണ്ടർ സാച്ചുറേറ്റഡ്. മിസ്സേ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. സോ ഇന്നലെ കുറച്ച് പേര് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അവർക്കൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. സോ ഐ കോൾ റിത്തിൻ. ഓക്കെ, ഇന്നലെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ. അപ്പൊ ഇന്നലെ എടുത്ത ടോപ്പിക്കിന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 2 പേരെ സജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, നിതിനാണ് ചോദിക്കാം. വാട്ട് ഈസ് ഇഗ്നേഷ്യസ് റോക്ക്? ഹലോ, നിതിൻ പ്രസന്റ് അല്ലേ? ഇല്ല. ഇല്ലേ, എന്നാ വേറെ ആളെ വിളിച്ചോ. വാട്ട് ഈസ് ഇഗ്നേഷ്യസ് റോക്ക്? നിതിൻ്റെ നിതിൻ. ഹലോ, നിതിൻ മീറ്റിംഗിൽ ഇല്ലാന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും വിളിക്കേ. വിഷ്ണു. Hello. വാട്ട് ഈസ് ഇഗ്നേഷ്യസ് റോക്ക്? അത് it is formed by cooling and solidification of magma or lava. ഓക്കെ, വാട്ട് ഈസ് മെറ്റമോർഫിസം? അഭിനവ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് മെറ്റമോർഫിസം? മെറ്റാമോർഫിസം ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സോളിഡ് റോക്സിൽ ക്രസ്റ്റ് മൂവ്മെന്റ് ആക്ടിവിറ്റി.
അതായത് ഒരു ഫോം ചെയ്യുന്ന, അതായത് ചേഞ്ച് ഇൻ ഫോം ആകുന്ന പ്രോസസ്സാണ് മെറ്റമോർഫിസം. ഓക്കെ ഓക്കെ. ഓക്കെ റിതിൻ, താങ്ക് യു. ആദിത്യ. ഓക്കെ, ആദിത്യ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, രണ്ടെണ്ണം. ഞാൻ ടോപ്പിക് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ. കാർത്തിക്കിനോട് ചോദിക്കാം. കാർത്തിക്, ലെസ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, ലെസ്റ്റർ ഇപ്പം ഷൈൻ ഓഫ് എ മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത് എന്തെല്ലാം ഫാക്ടേഴ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കാർത്തികില്ലേ? കാർത്തിക് ആബ്സെന്റ് ആണോ? ഹലോ. ലെസ്റ്റർ നമ്മൾ പറഞ്ഞ ഷൈൻ ഓഫ് മെറ്റീരിയൽ എന്നാൽ ലെസ്റ്ററിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മിനറൽ. അപ്പം അത് എന്തെല്ലാം ഫാക്ടേഴ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മൂന്നെണ്ണം ഉണ്ടായിരുന്നു. അബ്സോർപ്ഷനും നേച്ചർ ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ ഓക്കെ. ഓക്കെ, ആദിത്യ കഴിഞ്ഞോ? ഓക്കെ, സോ നെക്സ്റ്റ് ആരാണ് പ്രസന്റ് ചെയ്യാനുള്ളത്? ട്രീസ. അതിനു മുമ്പ് ലക്ഷ്മി ഇന്നലെ പ്രസന്റ് ചെയ്ത്, അവള് പ്രസന്റ് ചെയ്തോട്ടെ. ഓക്കെ, ലക്ഷ്മി പ്രസന്റ് ചെയ്തോളൂ. Good morning all. My topic is physical properties and chemical composition of minerals like hyperstein, augite, hornblende, calcite and gypsum. Hyperstein. Hyperstein is a common rock-forming inosilicates mineral belonging to the group of orthorhombic pyroxenes. Its chemical formula is MgFeSiO3. It is found in igneous and some metamorphic rocks as well as in stony and iron meteorites. Its chemical composition is FeMgSiO3, primarily a silicate of magnesium with FeO. Crystal system orthorhombic, form massive, color commonly green, olive green, greenish black. Luster pearly to vitreous, cleavage prismatic, hardness 5 to 6, specific gravity medium 3.4 to 3.5, optical sign optically negative. Its special properties are common constituent of volcanic igneous rocks, also found in plutonic rocks. Next one is augite. Augite is a common rock forming pyroxene mineral with formula SiAl2O6.
The crystals are monoclinic and prismatic. Augite has two prominent cleavages meeting at angles near 90 degrees. Its chemical composition is CaMgFeAl, AlSi2O6, complex silicate. Crystal system monoclinic, form massive, color black, shades of grayish green, luster vitreous to subvitreous, fracture uneven, hardness 5 to 6, specific gravity medium 3.2 to 3.5, optical sign optically positive, transparency nearly opaque, special properties most common types of pyroxene, cleavage 2 sets prismatic not perfect. Hornblende. Hornblende is a complex inosilicates series of minerals. It is not a recognized mineral in its own right, but the name is used as general or field term to refer to a dark amphibole. The general formula is CaNa 2 to 3 MgFeAl 5 AlSi. Its chemical composition K2Na MgFe AlFe SiAl4 O11 OH2, highly variable and complex silicate. Crystal system monoclinic, form granular or prismatic aggregate. Color dark greenish black, dark black, brown, black. Luster vitreous to subvitreous, fracture uneven, cleavage 2 sets prismatic perfect. Its hardness is 5.5 to 6, specific gravity medium 3 to 3.47, optical sign it's optically negative, transparency nearly opaque. Special properties are most common type of amphibole, common rock forming mineral in igneous and metamorphic rocks. Next one is calcite. Calcite is a carbonate mineral and the most stable polymorph of calcium carbonate. The most scale of mineral hardness based on scratch hardness comparison defines value 3 as calcite. Other polymorphs of calcium carbonate are the minerals aragonite and veterite. Its chemical composition CaCO3, crystal system hexagonal, form rhombic form, color it's colorless white or pale color, luster vitreous, fracture rarely found, cleavage 3 set well developed, cleavage angle 105 degree. Hardness, its hardness is 3, specific gravity medium 2.7, transparency transparent to translucent. Special properties reacts with acid vigorously, very common rock forming carbonate mineral. And the last one is gypsum. Gypsum is formed from the evaporation of seawater, which is rich in sulfate salts. Its color is white but also occur in other shades such as yellow, red or dark gray. Hydration of anhydride results in gypsum. Gypsum is a soft sulfate mineral composed of calcium sulfate dihydrate with the chemical formula CaSO4 2H2O. It is widely mined and is used as a fertilizer and as the main constituent in many forms of plaster, blackboard, sidewalk, chalk, and drywall. Its chemical composition is CaSO4 to H2O. Crystal system monoclinic, form platyvigerous, foliated. Color colorless, maybe pale colored. Luster silky,
fracture, conhodal to uneven. Cleavage, 1 set, perfect. Hardness is 1.522, can be scratched by fingernail. Specific gravity is low, 2.3. Transparency, transparent or translucent. Tendency, sectile, that is, can be cut with knife. Thank you. Thank you, Lakshmi. So, anyone have doubts? Okay, Lakshmi, you can ask 2 questions. Okay. Farhana, special properties of calcite. Parameter. React with acid vigorously. Very common rock forming carbonate mineral. Yes, correct. Sneha, hello. Sneha. Hardness of augite parameter. 5 to 6. Correct. Thank you. Okay, thank you, Lakshmi. Next, Arana. Tracy. Miss. Good morning, all. I'm discussing about the topic structure of igneous rocks. First of all, igneous rocks are the rocks that are formed from hot molten material, which may be magma or lava, through the process of cooling and crystallization of magma or lava. Magma means the hot molten material occurring naturally below the surface of Earth, whereas lava is the magma when it is erupted through the volcanoes. Then coming to our topic, structure of igneous rocks. Large-scale features developed in the body of igneous rocks are termed as structures. It may be sometimes can be recognized by visual inspection or may be viewed by the help of microscope. If the structures can be recognized by visual inspection, then that type of structures are termed as macrostructures. And if the structures can only be examined by the help of microscope, then such structures are termed as microstructures. Then coming to the type of structures, structures are broadly classified into 3 categories. First one is structure due to mobility of magma or lava. Second one, structure due to cooling of magma. And the third one is miscellaneous structure. Then we can see each one in detail. First one, structures due to mobility of magma or lava. Magma or lava may not be purely melt. Magma lava purely molten സ്റ്റേജിലായിരിക്കില്ല, അതിൻ്റെ അകത്ത് സോളിഡ് അല്ലെങ്കിൽ gaseous fraction ഉണ്ടാവും.
അപ്പം ഈ മാഗ്മ അല്ലെങ്കിൽ ലാവ അതിന്റെ മൊബിലിറ്റി കാരണം ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ആണ് ഫ്ലോ സ്ട്രക്ചേഴ്സ്, പില്ലോ സ്ട്രക്ചേഴ്സ്, റോപ്പി ആൻഡ് ബ്ലോക്കി ലാവ, spherulitic texture and orbicular structures. We can see each one. First one is flow structure. Lava flows on the surface from one place to another. Then the parallel or nearly parallel lines are developed in the surface. ഈ ലാവ ഇഗ്നിയസ് റോക്സിന്റെ സർഫസിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ പാരലൽ അല്ലെങ്കിൽ നിയർലി പാരലൽ ആയിട്ടുള്ള ലൈൻസ് അതിന്റെ സർഫസിൽ ഡെവലപ്പ് ചെയ്യും. അത് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫ്ലോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. വി ക്യാൻ സീ ഇൻ ദ ഫിഗർ നിയർലി parallel lines forming on the surface of the igneous rocks. Next one is pillow structure. It is characterized by the development of pillow-like overlapping surfaces in the body of igneous rocks. Igneous rocks in the surface pillow-like overlapping ആയിട്ടുള്ള റൗണ്ട് ഷേപ്പുള്ള ഫോർമേഷൻ ഉണ്ടാകുന്നതിനാണ് പില്ലോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാവ ഇറപ്റ്റ് ചെയ്യുന്ന സമയത്ത് ലാവ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ ആൾട്ടിറ്റ്യൂഡിലേക്ക് ഫ്ലോ ചെയ്യും. ദെൻ ആ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന്റെ അപ്പർ സർഫസ് സോൾഡിഫൈഡ് ആകും. But the inner surface will be capable of flowing. But outer surface solidified ആയതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും റപ്ചർ സംഭവിച്ചാൽ മാത്രമേ പിന്നെ അതിൻ്റെ ഇന്നർ സർഫസ് പിന്നെയും അത് ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പം when rupture occurs at the margin, ആ മാർജിനിനകത്ത് സോൾഡിഫൈഡ് ആയിട്ടുള്ള മാർജിനിൽ ഒരു റപ്ചർ ഒക്കർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ലാവ കേപ്പബിൾ ഓഫ് ഫ്ലോയിങ് അല്ലേ, അത് ഫ്ലോ ചെയ്ത് പിന്നെയും അതേപോലെ വേറൊരു റൗണ്ട് ഷേപ്പ് ഓവർലാപ്പിംഗ് സർഫസ് ഉണ്ടാവും. അങ്ങനെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ മെനി ഓവർലാപ്പിംഗ് പില്ലോ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് പില്ലോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് റോപ്പി ആൻഡ് ബ്ലോക്കി ലാവ. ദീസ് ആർ ഡെവലപ്ഡ് ഇൻ വോൾക്കാനിക് റോക്സ് ആൻഡ് ദീസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദി വിസ്കോസിറ്റി ആൻഡ് ഫ്ലൂയിഡിറ്റി ഓഫ് ലാവ. Ropy lava means very fluid lava flows for considerably long distance. വെരി ഫ്ലൂയിഡ് ആയിട്ടുള്ള ലാവ ലോങ് ഡിസ്റ്റൻസ് അത് ഫ്ലോ ചെയ്യാൻ പറ്റും. ആ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് കൂൾ ഡൗൺ ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസ് സ്മൂത്തും റിങ്കിൾഡ് അപ്പിയറൻസ് ആയിരിക്കും കാണിക്കാം. ദെൻ ബ്ലോക്കി ലാവ മീൻസ് ഹൈലി വിസ്കസ് ആയിട്ടുള്ള ലാവയാണെങ്കിൽ അതിൻ്റെ ഫ്ലോ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് ഒരു ലിറ്റിൽ മൂവ്മെന്റ് മാത്രമേ അത് ഫ്ലോ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സർഫസ് ഇറഗുലർ ബ്രോക്കൺ ഫ്രാഗ്മെന്റഡ് അപ്പിയറൻസ് ആയിരിക്കും. അതിന്റെ ഫിഗർ ആണ് ഇവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന രണ്ടെണ്ണം റോപ്പി ലാവ. You can see that its surface is smooth and wrinkled, and the third one is blocky lava and it's irregular and fragmented. Next, the fourth one is spherulitic structures. It is distinguished by the presence of thin mineral fibers of various size arranged in perfect or semi-perfect radial manner about a common center. ഒരു കോമൺ സെന്ററിൽ നിന്ന് വേരിയസ് റേഡിയൽ ലൈൻസ് ഡ്രോൺ ചെയ്തിരിക്കുന്ന അങ്ങനെ തിൻ മിനറൽ ഫൈബേഴ്സിന്റെ പ്രസൻസ് കൊണ്ടുണ്ടാകുന്ന സ്ട്രക്ചേഴ്സ് ആണ് സ്പെറലിറ്റിക് സ്ട്രക്ചേഴ്സ്. വി ക്യാൻ സീ ഇൻ ദ ഫിഗർ മെനി തിൻ ഫൈബേഴ്സ് വിത്ത് radial lines from the common center are shown. And next one is orbicular structure. It's a rare type of structure and the rock mass appear as if composed of small ball-like aggregations. ആ റോക്ക് മാസിൽ നിറച്ചും ബോൾ ലൈക്ക് അഗ്രിഗേഷൻസ് പോലെ ഉണ്ടാവും. ആ ബോൾ ലൈക്ക് അഗ്രിഗേഷൻസിൻ്റെ അകത്ത് കോൺസെൻട്രിക് ഷെൽസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഓരോ ഷെല്ലിൻ്റെ അകത്തും ഡിഫറെൻറ്റ് മിനറൽസ് ആയിരിക്കും കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഈസ് സ്ട്രക്ചേഴ്സ് ഡ്യൂ ടു കൂളിംഗ് ഓഫ് മാഗ്മ ഓർ ലാവ. Then it is of 4 types: jointing structure, rift and grain, vesicular structure, and meteoritic structure. Going to the first one, jointing structure. Cooling of magma result into the development of cracks or joint. മാഗ്മ കൂൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ക്രാക്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ക്രാക്സ് ഡിഫറെൻറ്റ് പാറ്റേൺ ഫോളോ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന 3 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് ഷീറ്റ് സ്ട്രക്ചേഴ്സ്, മ്യൂറൽ, ജോയിന്റിങ് ആൻഡ് കൊളംനാർ സ്ട്രക്ചർ. ഷീറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ സെറ്റ് ഓഫ് ജോയിന്റ്സ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ട് റോക്സിനെ ഡിവൈഡ് ചെയ്തിട്ട് ഷീറ്റ് പോലെ form ചെയ്യും. In the first figure you can see that the rock is divided into several sheets closely spaced, and the below figure we can clearly see the sheets. And the second type is mural jointing. It consists of 3 sets of
joins mutually at right angles, and it divides the entire rock mass into several cuboidal blocks. And we can see that in the below figure, the rock mass is divided into several block-like structures. And the third one is columnar structure. Sometimes polygonal cracks arise and it continues depth-wise. Then ഇപ്പം columnar structure എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ polygonal cracks ഉണ്ടാകുമ്പോൾ അത് polygonal cracks അത് depth wise ഗ്രോ ചെയ്യും. അപ്പോൾ താഴോട്ട് കോളം ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അതാണ് columnar structure. We can see it in the figure. Next one is rift and grain. It is a term used by the quarry workers. It means two separate directions in which the granite can be easily broken from parent rock, and it is due to the presence of various minute cracks in some minerals. ഗ്രാനൈറ്റിനെ അതിന്റെ പാരന്റ് റോക്കിൽ നിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടു പെർട്ടിക്കുലർ ഡയറക്ഷനെയാണ് റിഫ്റ്റ് ആൻഡ് ഗ്രെയിൻ എന്ന് പറയുന്നത്. And the cracks developed in both horizontal and vertical direction, and the resulting structure is known as rift and grain. And the third type of structure is vesicular structure. Lava is rich in gases, and the cavities are produced in the rock mass during the cooling and crystallization process due to the escape of gas. ലാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ ഗ്യാസസ്. അപ്പം അതിന്റെ കൂളിംഗ് ആൻഡ് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിന്റെ സമയത്ത് ആ ഗ്യാസ് എസ്കേപ്പ് ചെയ്യുമ്പോൾ കുറെ ക്യാവിറ്റീസ് ഫോം ചെയ്യും. ആ കൂൾ ചെയ്ത് കഴിഞ്ഞാലും ആ ക്യാവിറ്റീസ് റിമെയിൻ എംപ്റ്റി ആയിട്ട് റിമെയിൻ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സ് ആണ് വെസിക്കുലർ സ്ട്രക്ചേഴ്സ്. വി ക്യാൻ സീ ഇൻ ഫിഗർ ദാറ്റ് ദ റോക്ക് മാസ് കണ്ടെയ്ൻ സെവറൽ വെസിക്കിൾസ് which is empty. Then the fourth type is merolytic structure. Cavities are formed during the crystallization magma. ഇപ്പോൾ പറഞ്ഞ പോലെ ക്രിസ്റ്റലൈസേഷൻ സമയത്ത് ക്യാവിറ്റീസ് ഫോം ചെയ്യും. ആ ക്യാവിറ്റീസിൽ വോളറ്റൈൽ കമ്പോണൻസ് ഫിൽ ചെയ്തിട്ട് ആ ക്യാവിറ്റീസ് എൻലാർജ് ചെയ്ത് കഴിയുമ്പോൾ റയർ ആയിട്ടുള്ള മിനറൽസ് ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ക്യാവിറ്റീസിനെയാണ് മിറോളിറ്റിക് ക്യാവിറ്റീസും. അങ്ങനെ ആ വേറെ വോളറ്റൈൽ കോമ്പണൻസ് ഫിൽ ചെയ്തിട്ടുണ്ടാകുന്ന ആ സ്ട്രക്ചറിനെയാണ് mineralogic structure എന്ന് പറയുന്നത്. Next, the third type of structure is miscellaneous structure. It is of two types. First one is reaction structure. These are characterized by the presence of some incomplete altered minerals surrounded by alteration products. Magma minerals ആയിട്ട് റിയാക്ട് ചെയ്യും. Sometimes it may be incomplete or complete reaction. അത് റിയാക്ഷൻ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ആ ഒറിജിനൽ മെറ്റീരിയലിനെ റിയാക്ഷൻ പ്രൊഡക്ട്സ് സറൗണ്ട് ചെയ്യും. We can see in the figure that olivine is the original mineral and its actinolite is its reaction product and it is surrounding the olivine. In the second figure, we can see a rock mass in which the concentric inner part is the original mineral surrounded by its reaction product. And the second one is phenolitic structure. Foreign materials arrange themselves in different pattern on magma during crystallization. Crystallization സമയത്ത് മാഗ്മയിൽ ഫോറിൻ മെറ്റീരിയൽസ് ഡിഫറെന്റ് പാറ്റേണിൽ അറേഞ്ച് ചെയ്യും. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രക്ചറാണ് phenolitic structure. That's all about structures of igneous rocks. Thank you. Thank you, Trisa. You can ask questions. Okay, ma'am. Aparna. What is mean by structure of igneous rocks? Large-scale features developed in the body of igneous rocks. Yes, thank you. Next. What is mean by vesicular structures? Anura. Lava is rich in gases. The escape of gases occurs during the time of cooling and crystallization. Thus, cavities are formed in the rocks. These cavities remain as empty spaces even after the entire mass is cooled down. This resulting structure is called vesicular structure. Thank you. Correct. Okay, Trisa, thank you. So, presentation കഴിഞ്ഞവര് എനിക്ക് PPT അയക്കുമ്പം PPTയുടെ നെയിം നിങ്ങളുടെ ടോപ്പിക് ഏതാണോ ആ ഒരു നെയിമും അതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങളുടെ ടോപ്പിക്കും നിങ്ങളുടെ പേരും റോൾ നമ്പറും ഒക്കെ പ്രോപ്പർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറേ പേര്